കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന കർഷക ദിനാചരണം മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് വിളിക്കുന്നിടത്ത് കിസാന്റെ റോൾ എന്താണ്, പങ്കെന്താണ്? ഒരു രാജ്യത്തെ അതിർത്തി സംരക്ഷിച്ച് ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കുന്ന സൈനികനെ പോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന ജനങ്ങളുടെ കർഷകർ ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെയും രാഷ്ട്രസേവകരായി നമ്മൾ കാണുന്നത്. അതിസാഹസികമായ സാഹചര്യങ്ങളിലാണ് സൈനികർ ജോലി ചെയ്യുന്നത്, സ്മരിക്കരുത്. പക്ഷേ സമാനമായ സാഹസിക സ്വഭാവം കർഷകരുടെ പരിശ്രമങ്ങൾക്കുണ്ട്. അതാണ് ഇവിടെ ലതാകുമാരി സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. എപ്പോൾ മഴ പെയ്യും, എപ്പോൾ വെയിൽ വരും എന്ന് പറയാൻ ഈ കാലഘട്ടത്തിൽ കഴിയുന്നില്ല. കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വെച്ച് പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ലതാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. പത്തനംതിട്ട കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി MM പിള്ള പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജി P രാജപ്പൻ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരിങ്ങൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജ്യോതി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെൻസി അലക്സ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനുഭായ് മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്ഞാനമണി മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമ്പിളി മോഹൻ, മല്ലപ്പള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ A, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലൈസമ്മ സോമൻ, സൂസൻ തോംസൺ, രതീഷ് പീറ്റർ, അന്നമ്മ പോൾ, KB രാമചന്ദ്രൻ, ശോശാമ്മ ഈശോ, മനു TT, ചെറിയൻ മണ്ണഞ്ചേരി, റെജി ചാക്കോ, CDS ചെയർപേഴ്സൺ ജോളി തോമസ്, ചെങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സാബു സക്രിയ, കാർഷിക വികസന സമിതി അംഗം പ്രസിഡന്റ് IC ഫിലിപ്പ്, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ദീപ്തി മാത്യു, അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ അനിൽ രാജ് D എന്നിവർ പ്രസംഗിച്ചു.